ദൈവനാമത്തിൻ്റെ മഹത്വം. വളരെ മനോഹരമായ നല്ല പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഈ പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഈ നല്ലൊരു അവസരം ദൈവം നമുക്ക് ദാനമായി തന്നു. കഴിഞ്ഞ ഓരോ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പൊൻകരം നമുക്ക് അനുകൂലമായി കൂടിയിരുന്ന നമ്മെ ഇത്രത്തോളം അതിശയവും അത്ഭുതകരമായി ദൈവം നമ്മെ വഴി നടത്തുവാനിടയായി തീർന്നു. വിവിധമായ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ നേരെ വരാമായിരുന്നു. എങ്കിലും സ്വർഗത്തിലെ ദൈവം അവിടെ നിന്നെല്ലാം നമ്മെ വിടുവിച്ച് അതിശയകരമായി അവിടുത്തെ തങ്കച്ചറകളിൽ നമ്മെ മറച്ച് നടത്തുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ദൈവജനങ്ങൾക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള തിരുനാമത്തിൽ വന്ദനങ്ങളെ ഈ പ്രഭാതത്തിലായി അറിയിക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇന്ന് പകലിൽ നിങ്ങളുമായി അല്പനിമിഷം ദൈവവചനം പങ്കിടുവാനായി 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവൻ ഉണർന്ന് നോക്കിയപ്പോൾ കനൽമേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലക്കൽ ഇരിക്കുന്നത് കണ്ടു. അവൻ തിന്നുകുടിച്ചു പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നുകുടിച്ചു. ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ ഹോരേബോളം നടന്നു. ദൈവനാമത്തിൻ്റെ മഹത്വം. വളരെ അനുഗ്രഹമായ നല്ല നിമിഷത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ ആരംഭിക്കപ്പെടുന്ന ഒരു ചരിത്രമാണ് ഏലിയാവിൻ്റെ ചരിത്രത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പഴയ നിയമത്തിൽ അനവധി രാജാക്കന്മാർ ഇസ്രായേലിനെ ഭരിക്കുവാനിടയായിത്തീർന്നു. അനവധി രാജാക്കന്മാർ ദുഷ്ടനും വളരെ നീചനും ക്രൂരനുമായിരുന്ന ഒരു രാജാവായിരുന്നു ആഹാബ് എന്ന് പറയുന്ന രാജാവ്. ആ രാജാവിൻ്റെ ചെയ്തികളും തെറ്റായ നീക്കങ്ങളും സത്യദൈവമായ യഹോവയിൽ നിന്ന് ജനത്തെ അകറ്റുവാൻ ചെയ്ത പല പ്രവൃത്തികളും ശക്തമായൊരു കൊടുങ്കാറ്റ് പോലെ എതിർക്കുവാൻ ദൈവം എഴുന്നേൽപ്പിച്ച ഒരു ശക്തനായ പ്രവാചകനായിരുന്നു ഏലിയാവ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ ഏലിയാവിനെ ദൈവം നടത്തുന്ന വഴികൾ വളരെ ശക്തമാണ്. ആഹാബിൻ്റെ ഗൃഹത്തിനകത്ത്, കൊട്ടാരത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ആലോചന ആ കൊട്ടാരത്തിനകത്ത് വെച്ച് താൻ വിളിച്ചു പറയാൻ ഇടയായി തീർന്നു. തുടർന്ന് ഏലിയാവിനോട് ദൈവം പറയുന്നു, നീ കെരീത്ത് തോട്ടിൽ ഒളിച്ചിരിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ ദാസൻ ചില നാളുകൾ കെരീത്ത് തോട്ടിൻ്റെ അരികിൽ ഒളിച്ചിരിപ്പാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഇരുന്ന ദൈവദാസന് രാവിലെയും വൈകുന്നേരവും കാക്ക നിമിത്തം അപ്പവും ഇറച്ചിയും തന്നെ പോഷിപ്പിക്കുവാൻ ദൈവം കരുതുവാനിടയായി തീർന്നു. എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റി കാക്കയുടെ വരവിൽ നിന്നും ദൈവം ഏലിയാവിനോട് പറയുന്നു, 2ാമത് അരുളപ്പാടുണ്ടായിട്ട് പറയുന്നു, നീ സാരഭാത്തിലേക്ക് പോക, അവിടെ ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ സാരഭാത്തിലേക്ക് കടന്നു പോകുന്നു. അവിടെ മരിക്കുവാനായി ഇച്ഛിച്ചിരുന്ന മകനും മാതാവും അവിടെ ആയിരിക്കുമ്പോഴാണ് ഏലിയാവിൻ്റെ വരവ്. അവിടെ കടന്നു പോകുമ്പോൾ അവിടെ ജീവിതം, അവിടെ അവസ്ഥ വളരെ ശോചനീയമായ ഒരു അന്തരീക്ഷത്തിലാണ് അവൾ കടന്നു പോകുന്നത്. അവൾ പറയുന്നു, അല്പം മാവും അല്പം എണ്ണയും മാത്രമേ ഉള്ളൂ, ഇത് ഭക്ഷിച്ചിട്ട് ഞാനും എൻ്റെ മകനും മരിക്കുവാൻ പോവുകയാണ്. ഏലിയാവ് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ആദ്യം കൊണ്ടുവരിക, പിന്നെ നീയും നിന്റെ മകനുമായി ഉണ്ടാക്കി കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ അരുളപ്പാട് അനുസരിച്ച ആ സഹോദരി ക്ഷാമകാലം വരെ അവിടെ കലത്തിലെ മാവ് തീരാതെ ഭരണിയിലെ എണ്ണ തീരാതെ ഒരു വലിയ വർധനവ് ഉണ്ടാകുവാനിടയായി. ഈ ഏലിയാവ് ദൈവത്തിന് വേണ്ടി വളരെ ശക്തിയോടെ അവിടെ പ്രവൃത്തി മുന്നോട്ട് പോവുകയാണ്. ആ കാലയളവിലാണ് ദൈവാത്മാവ് പിന്നെയും അരുളപ്പാടുണ്ടാകുന്നത്, ആഹാബിനെ നിന്നെ തന്നെ കാണിക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ ആഹാബിനെ തന്നെ കാണിക്കുവാനായി കർമ്മേലിൽ ജനത്തെ കൂട്ടിവരുത്തുവാൻ ഏലിയാവ് ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ ആഹാബും കൂട്ടരും 850 പ്രവാചകന്മാരും നിരനിരയായി വന്നു നിൽക്കുമ്പോൾ യഹോവയുടെ പക്ഷത്തു നിന്ന് ഏലിയാവ് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തീ കൊണ്ട് ഉത്തരമല്ലെന്ന് യഹോവയുണ്ടെന്ന് അവിടെ തെളിയിക്കപ്പെടുകയാണ്. തെളിയിക്കപ്പെടുമ്പോൾ തന്നെ 850 പ്രവാചകന്മാരെയും കിദ്രോൻ തോട്ടിൽ കൊണ്ടുവച്ച് വകവരുത്തുവാനിടയായി തീർന്നു. എന്നാൽ തുടർന്ന് ഏലിയാവ്
ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ മുട്ടുമടക്കി വീണ്ടും മഴയ്ക്കായി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവത്തിൻ്റെ ദാസൻ ഭൃത്യനെ കടലിലേക്ക് അയച്ചു. ഇതിന് മഴയ്ക്കുള്ള എന്തെങ്കിലും കോൾ ഉണ്ടോ എന്ന് കാണാൻ വേണ്ടി കടലിലേക്ക് അയക്കുവാനിടയായി. എന്നാൽ 1-ാം പ്രാവശ്യം പോയി, ഒന്നും കണ്ടില്ല. 2-ാം പ്രാവശ്യം പോയി, ഒന്നും കണ്ടില്ല. 7-ാമത്തെ പ്രാവശ്യം കൈപ്പത്തി പോലെ ഒരു മേഘം പൊങ്ങുന്നത് ദർശിപ്പാനിടയായി. ഏലിയാവിന് മനസ്സിലായി ദൈവം മഴയെ അയക്കുവാൻ പോകുകയാണ്. ആഹാബിനോട് വേഗത്തിൽ ചെന്ന് ഏലിയാവ് പറഞ്ഞു, നീ മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് നീ രഥം പൂട്ടി വേഗത്തിൽ നീ രാജധാനിയിലേക്ക് പൊക്കൊള്ളുക. അങ്ങനെ പോകുവാനായി മുന്നോട്ട് പോകുമ്പോൾ ഏലിയാവ് മഴ തടുക്കാതിരിക്കേണ്ടതിന് ആഹാബിന്റെ രഥത്തിന് മുമ്പായി ഓടുവാനിടയായി തീർന്നു. ഓടി തളർന്ന ഏലിയാവ്, ദൈവത്തിന് വേണ്ടി ശക്തിയോടെ നിന്ന ഏലിയാവ്, ദൈവത്തിന് വേണ്ടി ശുഷ്കാന്തിയോടെ നിന്ന ഏലിയാവ് ദൈവം പറയുന്നത് അതേപടി അനുസരിക്കുകയും ദൈവാലോചന ഏറ്റെടുക്കുകയും ചെയ്ത ഏലിയാവിനെതിരെ ശക്തമായൊരു ഭീഷണിയുടെ ശബ്ദം കടന്നു വരികയാണ്. കഴിഞ്ഞ നാളുകളിൽ ഏത് പ്രതികൂലമായി നിന്നോ ആഹാബ് ഗൃഹത്തു നിന്ന് തന്നെ ആഹാബിന്റെ ഭാര്യയായ ഈസബേൽ തനിക്കെതിരെ ശക്തമായ പ്രതികൂലം തൊടുത്തുവിടുകയാണ്. എന്നാൽ ആ പ്രതികൂലത്തിന്റെ നടുവിൽ ഏലിയാവ് വളരെ ക്ഷീണിച്ചവനായി മാറുകയാണ്. ഭയത്തോടും ഭാരത്തോടും ദുഃഖത്തോടും വളരെ വ്യസനത്തോടും കൂടെ ബെർശേബ മരുഭൂമിയിലേക്ക് ഓടുന്ന ഒരു ഏലിയാവിനെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ഞാൻ ശക്തിയോട് നിന്നു. കർത്താവ് പറഞ്ഞതൊന്നും ഞാൻ കേൾക്കാതിരുന്നിട്ടില്ല. അവൻ പറഞ്ഞതുപോലെ ഞാൻ ഓടുകയും പ്രവർത്തിക്കുകയും ചെയ്തു. അവൻ പറഞ്ഞതുപോലെ ഞാൻ അവിടുത്തെ ആലോചന ശിരസ ഞാൻ വഹിച്ചു. എന്നാൽ ഈ പ്രതികൂലം എൻ്റെ നേരെ വന്നല്ലോ എന്ന് പറഞ്ഞ് അവൻ പേടിച്ചരണ്ടവനായി ബെർശേബ മരുഭൂമിയിലേക്ക് ഓടിയിട്ട് താൻ പറയുന്നു, എനിക്ക് മരിച്ചാൽ മതി, ദൈവമേ എൻ്റെ ജീവനെ നീ അങ്ങ് എടുക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യും. ദൈവത്തിന്റെ പ്രവാചകന്മാരെയല്ല ആഹാബ് ഈസബേലും ആഹാബും കൊന്നു കളയുന്നു. ആയതുകൊണ്ട് എന്നെയും അവർ കൊല്ലും. നാളെ ഈ സമയത്തിൽ നിന്നെ മറ്റുള്ളവരെ കൊന്നതുപോലെ, ആ പ്രവാചകന്മാരെ കൊന്നതുപോലെ നിന്നെയും ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് അധികവും ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇസബേലിന്റെ വാക്ക് കേട്ട ഏലിയാവ് പേടിച്ചരണ്ടവനായി അവിടെ ആയിരിക്കുകയാണ്. എന്നാൽ ആ പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവത്തിന് വേണ്ടി ഓടിയ ഏലിയാവിന്റെ മനസ്സിൽ അനവധി ചിന്തകൾ കടന്നു വരാനിടയായി, അനവധി ഭാരങ്ങൾ കടന്നു വരാനിടയായി, അനവധി വേദനകൾ കടന്നു വരാനിടയായി. കർത്താവേ, നിനക്ക് വേണ്ടിയല്ലയോ ഞാൻ ഓടിയത്? നിനക്ക് വേണ്ടിയല്ലയോ ഞാൻ അധ്വാനിച്ചത്? നിന്റെ നാമത്തിന് വേണ്ടിയല്ലയോ ഞാൻ ശുഷ്കാന്തിയോടെ നിന്നത്? ഈ പ്രതികൂലത്തിന്റെ നടുവിൽ ഞാൻ എങ്ങനെ ജയിക്കും എന്ന് ഭാരപ്പെട്ട് അതിനെ അതിജീവിക്കുവാൻ പറ്റാത്തവനായി ബെർശേബ മരുഭൂമിയിലേക്ക് ഓടുവാനിടയായി തീർന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവിടെ ഇറങ്ങി വന്നിട്ട് ഏലിയാവിനോട് ചോദിക്കുന്നു, ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? ചൂടപ്പവും അല്ലെങ്കിൽ കനൽ ചൊട്ട അപ്പവും അതുപോലെ വെള്ളവുമായിട്ട് അടുക്കൽ വന്നിട്ട് ഇത് തിന്നുകുടിച്ചു വെച്ചിട്ട് എഴുന്നേൽക്ക എന്ന് പറയുകയാണ്. ഈ ദൈവത്തിന്റെ ദാസൻ ഇത് തിന്നുകുടിച്ചിട്ട് ദൈവത്തിന്റെ ശബ്ദത്തിനു മുമ്പിൽ എഴുന്നേൽപ്പാനിടയായി തീർന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത് അവിടെ തിന്നുകുടിച്ചതിന്റെ ശക്തി കൊണ്ട്, ആഹാരത്തിന്റെ ബലം കൊണ്ട്, ദൈവം കൊടുത്ത ഭക്ഷണത്തിന്റെ ബലം കൊണ്ട്, അല്ലെങ്കിൽ 40 രാവും 40 പകലും സഞ്ചരിച്ചുകൊണ്ട് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലേക്ക് എത്തിച്ചേരുവാനിടയായി തീർന്നു. ദൈവമക്കളെ, സ്തോത്രം ചെയ്യുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രയാസത്തിന്റെ നടുവിൽ എല്ലാ തണലുകളും മാറുമ്പോൾ, എല്ലാ ആശ്വാസങ്ങൾ മാറിപ്പോകുമ്പോൾ ഓടിയണയാൻ ഒരു ഇടമാണ് ഏലിയാവ് കണ്ടെത്തിയത്. ദൈവത്തിന്റെ പർവ്വതമായിരിക്കുന്ന ഹോരേബിലേക്കാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യും. ദൈവദാസൻ അവിടോട്ട് ഓടുവാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? ഒരു കാലത്ത് അർത്ഥമില്ലാത്തവനായി, ഒരു കാലത്തിൽ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു മിദ്യാന്യ അനുഭവത്തിൽ, മിദ്യാന്യ ദേശത്തിൽ, ഹല്ലേലൂയ മരുഭൂമിയിൽ, ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ മുന്നോട്ട് മോയിക്കൊണ്ടിരുന്ന ആ മോശയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വളരെ വളരെ പ്രയാസം അലട്ടുവാനിടയായി തീർന്നു. വളരെ പ്രതികൂലം അലട്ടുവാനിടയായി തീർന്നു. വളരെ നിരാശകൾ കടന്നു വരുവാനിടയായി ചെയ്യുന്നു. എൻ്റെ പിതാക്കന്മാർ, എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരെയും വിട്ട് ഞാൻ ഈ മരുഭൂമിയിൽ ഹല്ലേലൂയ സ്തോത്രം ആയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് വളരെ നിരാശയോട് ഹല്ലേലൂയ സ്തോത്രം യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹോരേബിന്റെ അടിവാരം വരെ ആടുകളെ മേയിച്ചുകൊണ്ട് വരുമ്പോഴാണ് ഒരു വലിയ കാഴ്ച താൻ കാണുവാനിടയായി ചേർന്നത്. എന്താണ് ആ കാഴ്ച എന്ന് നോക്കുമ്പോൾ, ഒന്ന് പുറപ്പാട് പുസ്തകം
പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ വായിക്കുമ്പോൾ ആ ഭാഗം കാണുവാൻ കഴിയും. എന്താണ് കാഴ്ചയെന്ന് നോക്കുവാൻ വേണ്ടി താൻ അടുക്കുകയാണ്. അതിലെ മുൾപ്പടർപ്പ് കത്തുന്നുണ്ട്, എങ്കിലും അത് എരിഞ്ഞു പോകുന്നില്ല. അതിൽ എന്താണ് കാഴ്ചയെന്ന് കാണുവാൻ വേണ്ടി മോശ അടുക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്ന ഒരു ശബ്ദമുണ്ട്. മോശേ, ഇത് വിശുദ്ധ ഭൂമിയാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് മാറ്റിക്കളക, ഊരിക്കളക എന്നുള്ള ശബ്ദമാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്ന യഹോവയായ ദൈവം, ഇസ്രായേലിന്റെ പരിപാലകൻ, കഴിഞ്ഞ ഹല്ലേലൂയ വർഷങ്ങളായി വേദനയിലും ദുഃഖത്തിലും നെടുവീർപ്പിലും ഹല്ലേലൂയ ഫറവോന്റെ അടിമത്വത്തിന്റെ അനുഭവത്തിൽ അത് വേദന സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇസ്രായേലിന്റെ വേദനയുടെ ശബ്ദമാണ് കർത്താവ് മനസ്സിലാക്കിയിട്ട് ഈ മോശയോട് അറിയിപ്പാൻ ഇടയായി തീർന്നത്. ആ മോശയെ ഹല്ലേലൂയ ശബ്ദം കേട്ട ഇടമാണ്, ദൈവത്തിന്റെ ശുശ്രൂഷയിൽ തന്നെ പ്രാപ്തീകരിച്ച ഒരു ഇടമാണ് ഹോരവെന്ന് പറയുന്നത്. ദൈവത്തിന്റെ ജനത്തെക്കുറിച്ചുള്ള ഭാരം നേരിട്ട് മനസ്സിലാക്കി ഇടപെട്ട ഒരു ഇടമാണ് ഹോരവെന്ന് പറയുന്നത്. ഈ ഹോരവിലേക്കാണ്, ഹോരവെന്ന് പറയുന്ന ഈ പർവ്വതത്തിലേക്കാണ് ഈ ഏലിയാവ് ഓടിയണയ്ക്കുവാൻ ഇടയായി ചേർന്നത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാവിലെ സമയം വചനത്തിലൂടെ എനിക്ക് നിങ്ങളോട് ആഹ്വാനം ചെയ്യുവാനുള്ളത്, നമ്മൾ ആശ്രയിക്കുന്ന കൊമ്പുകളെല്ലാം ഒടിഞ്ഞു പോകും, നമ്മൾ സ്നേഹിക്കുന്നവരെല്ലാം നമ്മളെ തള്ളിക്കളയും, ആരും നമുക്ക് ആശ്രയം ഉണ്ടാകുകയില്ല. നമ്മളിൽ നിന്ന് നന്മ പ്രാപിച്ചവരും നമ്മെ സ്നേഹിച്ചവരും നമ്മൾ സ്നേഹിച്ചവരും നമ്മൾ കരുതിയവരും എല്ലാവരും മാറി കടന്നു പോകും. നിന്റെ വീഴ്ചയിൽ സന്തോഷിക്കുവാൻ, നിന്റെ പരാജയത്തിൽ സന്തോഷിക്കുവാൻ ഒരു വലിയ കൂട്ടം നിനക്കെതിരെ കാത്തു നിൽക്കുമ്പോൾ, നിന്റെ വീഴ്ചയ്ക്ക് വേണ്ടി, നിന്റെ പരാജയത്തിന് വേണ്ടി, അതിൽ നീ എന്തുമാത്രമായിരുന്നു നീ മുന്നോട്ട് പോയത്, ഇവനിത് വേണം, ഇവന് തകരണമെന്ന് നോക്കി നിൽക്കുന്ന ഒരു വലിയ സമൂഹം നിനക്കെതിരെ നിൽക്കുമ്പോൾ, അതിൽ മതി ദൈവമേ, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല, എൻ്റെ ജീവനെ നീ അങ്ങ് എടുക്കണമേ എന്ന വേദനയോട് പറയുമ്പോൾ, വേദനയോട് ഭാരപ്പെട്ട് മരിക്കുവാൻ ഇച്ഛിക്കുന്ന ആ സ്ഥലത്ത് വെച്ച് ദൈവം ആ ഏലിയാവിനോട് ഇടപെട്ടതുപോലെ കഴിഞ്ഞ നാളുകളിൽ ഇടപെട്ട വിധം എത്രയോ ശ്രേഷ്ഠമാണ്. ജീവിതത്തിന്റെ നടുവിൽ മതി കർത്താവേ, എനിക്ക് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയുകയില്ല, എല്ലാം പ്രതികൂലമാണ്, ഞാൻ നിനക്ക് വേണ്ടി ഹല്ലേലൂയ വളരെ ഓടിയിരിക്കുന്നു, വളരെ പ്രവർത്തിച്ചിരിക്കുന്നു, വളരെ ദൈവത്തിന് വേണ്ടി ശക്തിയോട് നിന്നതാണ്, പക്ഷെ ഇന്ന് വളരെ പ്രതികൂലം എനിക്കെതിരെ ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓടി വേദനിക്കുന്നതായ ഈ ഏലിയാവിനോട് ഏലിയാവ് കണ്ടെത്തിയ ഒരു ഇടമെന്ന് പറയുന്നത് ദൈവത്തിന്റെ പർവ്വതമായിരിക്കുന്ന ഹോരവിലേക്കാണ്. അത് വലിയൊരു വില കൊടുത്ത് വലിയൊരു യാത്രയുടെ അനുഭവമാണ്. 40 പകലും 40 രാവും കൊണ്ട് നടന്ന് ആ പർവ്വതത്തിലേക്ക് താൻ അവിടെ എത്തുവാനിടയായി ചേർന്നു. പർവ്വതത്തിന്റെ അടിവാരത്തിൽ പിന്നെയും കടന്നുറങ്ങുന്ന ഒരു ഏലിയാവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലോകം നമുക്കെതിരായി മാറുമ്പോൾ ഓടിയണയുവാൻ ഒരിടമാണ്, അത് ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരവ്. മറ്റുള്ളവർക്ക് തണലായ ഏലിയാവ് ഇന്ന് ലോകത്തിനുള്ള എല്ലാ തണലുകളും മാറുമ്പോൾ ഓടി അഭയം പ്രാപിക്കുവാൻ ദൈവത്തിന്റെ പർവ്വതമായിരിക്കുന്ന ഹോരവ് തെരഞ്ഞെടുക്കുകയാണ്. ദൈവമക്കളെ, മരണത്തിന്റെ താഴ്വരയിൽ നിന്ന് ദൈവത്തിന്റെ പർവ്വതമായിരിക്കുന്ന ഹോരവിലേക്ക് ഓടിയണയുവാൻ ഏലിയാവ് ഇഷ്ടപ്പെടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്ന അനവധി പേര് വീണ് തകർന്നു പോയ ഈ ബെർശേബ മരുഭൂമി, വളരെ വേദനകളിലൂടെ പോയതായ അനുഭവത്തിൽ നിന്ന് ദൈവത്തിന്റെ പർവ്വതമായിരിക്കുന്ന ഹോരവിലേക്ക് ഓടിയണയുകയാണ്. ഇന്ന് പകൽക്കാലം ജീവിതത്തെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന പലരും വീണുപോയ ഇടത്തീത സ്തോത്രം താഴ്വരയിൽ കടന്ന് നീ താണുപോകുക ല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിന്നെ ഉയരങ്ങളിലേക്ക്, പർവ്വതങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നെ ബലപ്പെടുത്തി നിന്നെ ഒരു പുതിയ ശുശ്രൂഷ തരാൻ, പുതിയ വിടുതലുകൾ തരാൻ, ഇന്ന് അനുഭവിക്കുന്ന വേദനകൾക്ക് ഒരു പരിഹാരം തരാൻ നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളും ആലോചനകളും നിറവേറ്റേണ്ടതിനായി നിനക്കൊരു എഴുന്നേൽപ്പ് ഇന്ന് രാവിലെ ആവശ്യമാണ്. നീ ഇവിടെ വീണ് കടന്ന് തളരേണ്ടവനല്ല, നീ സ്തോത്രം ഉറംഭരിച്ച് നീ മരിക്കേണ്ടവനല്ല, നീ പരാജയപ്പെട്ട് മറ്റുള്ളവർക്ക് നാട്ടുവിഷയമായി മാറേണ്ടവനല്ല. അല്ലെങ്കിൽ നിനക്ക് വേണ്ടി കരുതിയ ഒരു ദൈവമുണ്ട്, നിന്നെ ഇതുവരെ ഓടിച്ച ദൈവമുണ്ട്, നിനക്ക് വേണ്ടി കരീറ്റിൽ കരുതിയ ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി ശരബാത്തിൽ ഒരുക്കിയ ഒരു ദൈവമുണ്ട്, കർമ്മേൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നവൻ ഒരുവനുണ്ട്. ഹല്ലേലൂയ, സ്വന്തം ആഹാബിന്റെ രഥത്തിന് മുമ്പായി ഓടുവാൻ ശക്തി പകർന്ന ദൈവമുണ്ട്. അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. നിന്റെ വിളി ഉന്നതമായിരിക്കുക, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഉന്നതമായിരിക്കുക. നീ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചല്ല ശുശ്രൂഷ ചെയ്യേണ്ടത്, ഒരു സമൂഹത്തെ കേന്ദ്രീകരിച്ചല്ല ശുശ്രൂഷ ചെയ്യേണ്ടത്. ഉയരത്തിലെ അപ്പന്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടിരിക്കുമ്പോൾ
ഉയരത്തിലെ അപ്പന്റെ നാമത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുമ്പോൾ അതൊരു വ്യക്തിയുടെ അനുഭവ ഭീഷണി കേട്ട്, ഒരു വ്യക്തിയുടെ ശബ്ദം കേട്ട് അത് നിന്റെ മനസ്സിൽ മന്ത്രിച്ച് നിന്റെ ഹൃദയത്തെ വല്ലാതെ ഉലയ്ക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ദൈവശബ്ദം കഴിഞ്ഞ നാളുകൾ കാതുകൾ മുടങ്ങിയെങ്കിൽ, ദൈവത്തിന്റെ ആലോചന നിന്നെ ശക്തിയോടെ നിർത്തിയെങ്കിൽ, ഇനിയും ദൈവശബ്ദത്തിലേക്ക് ഓടേണ്ടതിനായി, ദൈവശബ്ദം കേൾക്കേണ്ടതിനായി ഹോരേബ് പർവ്വതത്തിലേക്ക് നീ അടുത്തു വരേണ്ടത് ആവശ്യം. കഴിഞ്ഞ നാളുകൾ പിതാക്കന്മാരോട് സംസാരിച്ച ദൈവം, കഴിഞ്ഞ നാളുകൾ പിതാക്കന്മാരെ ശുശ്രൂഷയിൽ ഉയർത്തിയ ദൈവം, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ശക്തിയോടെ നിന്ന 40 വർഷം ഇസ്രായേലിനെ ശക്തിയോടെ നടത്തിയ ധീര പോരാളിയായ മോശയെ ബലപ്പെടുത്തിയ ആ ഹോരേബിന്റെ നടുവിൽ മോശയോട് ദൈവം ഒരിക്കൽ പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചു എന്നതിന് തെളിവായി, ഞാൻ നിന്നെ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുത്തു എന്നുള്ളത് തെളിവായി, അടയാളമായി ഈ ഹോരേബിൽ ഈ ജനം, ഈ ഇസ്രായേൽ ജനം എന്നെ ആരാധിപ്പാൻ ഇടയായി തീരും. അങ്ങനെ അടയാളം കിട്ടിയ ഒരു ഇടമാണ് ഹോരേബ് എന്ന് പറയുന്നത്. ഈ ഹോരേബിലേക്കാണ് ഏലിയാവ് ഓടി അണയുവാൻ ഇടയായി തീർന്നത്. പ്രതീക്ഷകൾക്ക് വിപരീതമായി സംഭവിക്കുമ്പോൾ ആശ്രയിപ്പാൻ ഇടമുള്ള ഒരു ഇടമാണ് ദൈവത്തിന്റെ പർവ്വതമായിരിക്കുന്ന ഹോരേബ്. ജീവിതത്തിന്റെ നടുവിൽ പ്രതീക്ഷകൾക്ക് വിപരീതമായി പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഓടി അണയുവാൻ ദൈവത്തിന്റെ പർവ്വതമായിരിക്കുന്ന ഹോരേബിലേക്ക് ഏലിയാവ് ഓടി അണയുകയാണ്. ദൈവമക്കളെ, ദൈവം നമ്മെ വിളിച്ചു വേർതിരിക്കുന്ന ഒരു പ്രത്യേക ഇടമാണ് എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ ആലോചന വളരെ ശാശ്വതമാണ്, ദൈവത്തിൻ്റെ പദ്ധതി വളരെ ഉന്നതമാണ് എന്നു രാവിലെ നമ്മൾ തിരിച്ചറിയൂ. അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ദാസൻ ഓടി അണയുകയാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഏലിയാവിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഏലിയാവിനോട് ദൈവം ശക്തമായി ഇടപെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തോട് ഏലിയാവ് പറയുന്നു, ദൈവത്തിന്റെ പ്രവാചകനായി ഞാൻ ഒരുവൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. നിന്റെ പ്രവാചകന്മാരെല്ലാം കൊന്നൊടുക്കി. ഞാൻ നിനക്ക് വേണ്ടി വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് വേണ്ടി വളരെ ശക്തിയോട് നിന്നിരിക്കുന്നു എന്ന ദൈവദാസൻ തന്നെ അല്ലെങ്കിൽ എനിക്ക് വേറെ ആരുമില്ല, ഞാൻ മാത്രമാണ് എന്നൊരു ചിന്തയുണ്ടായി. എന്നാൽ ദൈവം പറയുന്നു, ഇല്ല ഏലിയാവേ, ബാലന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിരിക്കുകയാണ്. ബാലന് ചുംബനം ചെയ്യാത്തവരായി, ബാലന് മുട്ടുമടക്കാത്തവരായി, ബാലനെ ആരാധിക്കാത്തവരായി 7000 പേര് നീ അറിയാത്ത മണ്ഡലത്തിൽ അവർ എന്നെ സേവിക്കുകയാണ്. നീ കാണാത്ത മണ്ഡലത്തിൽ, നീ കാണുന്നത് നീ ശ്രദ്ധിക്കുന്നു, പക്ഷെ കാണാത്ത മണ്ഡലത്തിൽ അവർ എന്നെ ആരാധിക്കുകയാണ്. അതുകൊണ്ട് നീ ഒറ്റയ്ക്കല്ല കേട്ടോ, നിന്റെ പിറകിൽ ഒരു വലിയ സൈന്യമായിട്ടുണ്ട്. എൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ, എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, എൻ്റെ നാമത്തിന് വേണ്ടി നീ ശക്തിയോടെ നിൽക്കുവാൻ അതിൽ 1000 10,000 നിന്റെ പിറകിലുണ്ട്. ഇന്ന് രാവിലെ മാതാവേ, പിതാവേ, പല പ്രാവശ്യം നീ പറഞ്ഞില്ലേ, അല്ല ഞാൻ മാത്രം എന്നെ കഷ്ടപ്പെട്ടു, ഞാൻ മാത്രം വേദനപ്പെടുന്നു, ഞാൻ മാത്രം എൻ്റെ കുടുംബത്തിൽ ഒറ്റയ്ക്ക് ഞാൻ ഇറങ്ങിച്ചിരിച്ചു, ഞാൻ ഇത്രയും ഭാരം അനുഭവിക്കാൻ ഞാൻ എന്തുള്ളൂ, ഇത്രയും ദുഃഖം അനുഭവിക്കാൻ ഞാൻ എന്തുള്ളൂ, അതല്ല എൻ്റെ കുടുംബത്തിന് ഞാൻ ഒരുപാട് വേദനകൾ ഞാൻ അനുഭവിച്ചു, ഒരുപാട് ഭാരങ്ങൾ അനുഭവിച്ചു, ഇനി എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് മരിക്കേണ്ട ഒരു വ്യക്തിയല്ല നീ, തളരേണ്ട വ്യക്തിയല്ല നീ, ക്ഷീണിക്കേണ്ട വ്യക്തിയല്ല. ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് നീ ഓടിയണയുക, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നീ ഓടിയണയുക. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, നിന്നെ ഉറപ്പിക്കുന്ന ഒരു ദൈവം, നിന്നെ നടത്തുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ഇന്ന് രാവിലെ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയൂ. നിങ്ങളുടെ ജീവിതത്തിന്റെ ക്ഷീണാവസ്ഥകളെ മാറ്റുവാൻ, നിങ്ങളുടെ ജീവിതത്തിലെ വേദനകൾക്ക് പരിഹാരം തരാൻ എൻ്റെ യേശു ഇന്നും ശക്തനായി നിങ്ങളുടെ അടുക്കലുണ്ട്. ഇന്ന് രാവിലെ വളരെ ശക്തമായി ചിന്തിക്കൂ. ഈ ഏലിയാവിനോട് ദൈവം സംസാരിക്കുകയാണ്. ഒരു അപ്പൻ മകനോട് സംസാരിക്കുന്നത് പോലെ, മകൻ അപ്പനോട് സംസാരിക്കുന്നത് പോലെ ഈ ഹോരേബ് പർവ്വതത്തിൽ ഏലിയാവിനോട് സ്വർഗീയ അപ്പനായിരിക്കുന്ന ഈ കർത്താവ് അവനോട് സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ അവനോട് പറയുകയാണ്, നീ ഇവിടെ നിന്ന് എഴുന്നേൽക്കണം, നിനക്കിനി ദൂരയാത്ര ചെയ്യാനുണ്ട്, നിനക്കിനി ശുശ്രൂഷ ചെയ്യുവാനുണ്ട്, ഇസ്രായേലിനെ രാജാവായി നീ അഭിഷേകം ചെയ്യണം, അരാമിനെ രാജാവായി നീ അഭിഷേകം ചെയ്യണം, നിനക്ക് പകരമായിട്ട് ശാബാത്തിന്റെ മകനായ എലീശയെ നിനക്ക് അഭിഷേകം ചെയ്യണം. നിനക്കൊരു വലിയ യാത്രയുണ്ട്. ഇവിടെ അസ്തമിക്കേണ്ടവനല്ല, ഇവിടെ തകരേണ്ടവനല്ല, ഇവിടെ ക്ഷീണിക്കേണ്ടവനല്ല. കഴിഞ്ഞ നാളുകളിൽ എത്രയോ പ്രതികൂലങ്ങൾ വന്നു, എത്രയോ പ്രതിസന്ധികൾ വന്നു, എത്രയോ വേദനകൾ വന്നു. അവിടെ എല്ലാം ഓടുമാറാക്കി ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല. ഈ ഏലിയാവിനെ നശിപ്പിക്കുവാൻ ആഹാബിന്റെ ഗൃഹം ശക്തിയോടെ നിൽക്കുമ്പോൾ, ആഹാബിന്റെ ഭാര്യയായിരിക്കുന്ന
ഇസ്രായേൽ ശക്തിയോടെ നിൽക്കുമ്പോൾ അലലിയ കൊന്നുകളയുമെന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ കണ്ടതിൽ വെച്ച് വളരെ ശക്തമായി പറയാനുള്ളൊരു ദൂതുണ്ട്. ഇത് സ്വർഗം തീരുമാനിച്ചു, ഏലിയാവേ, ഈ ലോകത്തിൽ ഒരു മനുഷ്യന്റെ കൈയാൽ വീഴുവാൻ ഞാൻ നിന്നെ അനുവദിക്കുകയില്ല, ഒരു മനുഷ്യന്റെ കൈയാൽ തകരാൻ ഞാൻ അനുവദിക്കുകയില്ല. ഈ ലോകപ്രകാരം ഒരു മരണം ഞാൻ നിനക്ക് തരുന്നില്ല. അല്ലെങ്കിൽ അഗ്നിമയ രഥങ്ങളാൽ ഞാൻ നിന്നെ എടുത്തുകൊള്ളപ്പെടുന്ന ഒരു യാത്ര നിനക്ക് വേണ്ടി ലഭിക്കാൻ പോവുകയാണ്. നിന്റെ പ്രിയ ശിഷ്യനായി അല്ലെങ്കിൽ നിനക്ക് ശേഷം ശുശ്രൂഷ ചെയ്യേണ്ടവനായ ശാബാത്തിന്റെ മകനായ എലീശ കാണത്തക്ക നിലയിൽ അല്ലെങ്കിൽ ഒരു വലിയ അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു എടുത്തുകൊള്ളപ്പെടുന്ന ഒരു അനുഭവം സ്തോത്രം നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുകയാണ്. ആ ഒരു അനുഭവം ശക്തമായി സ്വർഗത്തിലെ ദൈവം അവിടെ പ്രവർത്തിക്കാൻ പോവുകയാണ്. ജീവിതത്തിന്റെ നടുവിൽ ആരംഭത്തേക്കാൾ അവസാനം ഏറ്റവും ശ്രേഷ്ഠമായി സ്വർഗം നിന്നെ നടത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ, നിന്റെ കുടുംബത്തെ നടത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ, പ്രിയ മാതാവേ, പിതാവേ, സഹോദരി, സഹോദര, ജീവിതം ഈ ലോകത്തിലെ മനുഷ്യന്റെ ഭീഷണി കണ്ടോ, ഈ ലോകത്തിന്റെ മനുഷ്യന്റെ മുഖഭാവം കണ്ടോ, ഈ ലോകത്തിന്റെ മനുഷ്യന്റെ വാക്കുകൾ കേട്ടോ, നീ തളരേണ്ട വ്യക്തിയല്ല. നിന്നെ വിളിച്ചത് ഉയരത്തിലെ ദൈവമാണ്. നിന്നെ ഇത്രത്തോളം നടത്തിയ ദൈവമാണ്. മനുഷ്യന്റെ ആശ്രയങ്ങളെല്ലാം അസ്തമിച്ചു പോയപ്പോൾ, മനുഷ്യൻ നിന്നെ കരുതാതിരുന്നപ്പോൾ, മനുഷ്യൻ നിന്നെ അണയ്ക്കാതിരുന്നപ്പോൾ ദൈവം നിന്നെ അണച്ചില്ലേ? ദൈവം നിന്നെ നടത്തിയില്ലേ? ദൈവം നിന്നെ ഇതുവരെ കൊണ്ടുവന്നില്ലേ? ഇനിയും ദൈവം നടത്താൻ ശക്തനായവൻ നിന്നെക്കുറിച്ചൊരു വലിയ പ്ലാൻ ഒരുക്കിയിരിക്കേ. ദൈവം നിന്നെക്കുറിച്ചൊരു വലിയ പദ്ധതി ഒരുക്കിയിരിക്കേ. ദൈവം നിന്നെക്കുറിച്ച് വലിയൊരു പ്ലാൻ ഒരുക്കിയിരിക്കേ. ഈ ദിവസങ്ങൾ തളരേണ്ട വ്യക്തിയല്ല. നിനക്ക് വേണ്ടി ശ്രേഷ്ഠമായ ഒരു അനുഭവം ദൈവം ഒരുക്കുക. ഒരു കാലത്ത് നീ ചിന്തിച്ചില്ലേ, ആഹാബിന്റെ രഥത്തിന് മുമ്പായി നീ വളരെ ശക്തിയോട് ഓടി. നിന്റെ ഓട്ടത്തിൽ പലപ്പോഴും കാലുകൾ കുഴയുന്നു എന്ന് നീ പറഞ്ഞു, വേദനിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ മകനെ, നീ ഒരല്പം കൂടെ ഓടേണ്ടതുണ്ട്, ഒരല്പം കൂടെ നീ ഓടേണ്ടതുണ്ട്. ഞാൻ നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. ആ കുഴഞ്ഞ അവസ്ഥയിലും നീ തളരാതെ എനിക്ക് വേണ്ടി ഓടി. അല്ല, അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ലോകമറിയത്തക്ക നിലയിൽ അഗ്നിമയ രഥങ്ങൾ, അല്ലെങ്കിൽ ഈ ലോകപ്രകാരമുള്ളത് നശിച്ചു പോകുന്ന രഥമാണ്. ഈ ലോകപ്രകാരമുള്ള ഒരു യാത്ര അത് തകർന്നു പോകുന്നതാണ്. പക്ഷേ ഒരു വലിയ യാത്ര, സ്വർഗീയ ഭവനത്തിലേക്കുള്ളൊരു യാത്ര, അത് അഗ്നിമയ രഥങ്ങളാലുള്ളൊരു യാത്രയാണ് കരുതിയിരിക്കുന്നത്. ഇത്രയും ശ്രേഷ്ഠമായ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി നിത്യതയുടെ മണ്ഡലത്തിൽ സ്വർഗീയ ഭവനത്തിൽ നിന്നെ എത്തിക്കുവാൻ അവൻ ശ്രേഷ്ഠമായ ഒരു അനുഭവം ഒരുക്കിയിരിക്കുമ്പോൾ, നീ മരുഭൂമിയിൽ കടന്ന് വീണ് തകരേണ്ടവനല്ല. നീ കരഞ്ഞ് നിലവിളിച്ച് നിരാശപ്പെട്ട് തകർന്നു പോകേണ്ട വ്യക്തിയല്ല. ചിലരുടെ വാക്ക് കേട്ട് നിന്റെ ഹൃദയം മുറിവേറ്റ്, ചിലരുടെ വാക്ക് നിമിത്തം നിന്റെ മനസ്സ് തളർന്ന് ക്ഷീണിച്ചവനായി കടക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പ്ലാനുണ്ട്. ഈ പദ്ധതിയെ തിരിച്ചറിയൂ. ഇന്ന് രാവിലെ ഓടി അടുക്കുവാൻ ഒറ്റ ഇടമാണ് ഏലിയാവ് കണ്ടെത്തിയ വചനത്തിലൂടെ നമ്മൾ ചിന്തിക്കുന്നു. അഹോരബ പർവ്വതത്തിലേക്ക് ഒരു വലിയ വില കൊടുത്തു 40 ദിവസം പകലും രാത്രിയുമായി നടക്കേണ്ടി വന്നു. ദൈവമക്കളെ, ദൈവത്തിന് വേണ്ടി നീ ഒരു വില കൊടുത്തു നീ മുന്നോട്ട് നിൽക്കുന്നെങ്കിൽ സ്വർഗം നിന്റെ ജീവിതത്തിൽ ചരിത്രം മാറ്റിമറിക്കുന്ന വിടുതലുകൾ നിന്റെ ജീവിതത്തിൽ തരാൻ ദൈവം ശക്തനാണ്. ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ചിലതിനെ കണ്ട് നീ ഭാരപ്പെടരുത്. വ്യക്തികളുടെ വാക്കുകൾ കേട്ട് നീ തളരുത്. നിനക്ക് വേണ്ടി ഒരു ശ്രേഷ്ഠമായ ഒരു അനുഭവം ദൈവം ഒരുക്കിയിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരുങ്ങാമോ? അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാമോ? നീ വീണ് കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് എഴുന്നേറ്റ് ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഏൽപ്പിക്കാമോ? ഒരു നിമിഷം കേൾപ്പിച്ച വചനത്തിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാമോ? ദൈവമാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അനുഗ്രഹമായ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. വളരെ അനുഗ്രഹമായൊരു പ്രഭാതം ദൈവം ഞങ്ങൾക്ക് കൃപയാൽ തന്നല്ലോ. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ജീവിതത്തിന്റെ നടുവിൽ വർഷേബാമിരുഭൂമിയിൽ കർത്താവെ അസ്തമിക്കുവാനായി ചിന്തിച്ചതായ ഏലിയാവിനെ തട്ടി ഉണർത്തി ഹോരപോലെ കൊണ്ടെത്തിച്ച് ദൈവാലോചന നൽകി ഉറപ്പിച്ച നാഥൻ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുകയായി സ്തോത്രം. ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് ദൈവത്തിന് വേണ്ടി ശക്തിയോട് ഓടിയതും അധ്വാനിച്ചതും വൃഥാവെന്ന് വരത്തക്ക നിലയിൽ ശക്തിയോടെ പ്രതികൂലങ്ങൾ അഴിച്ചുവിടപ്പെടുമ്പോൾ അതിൻ്റെ മുമ്പിൽ തളരുവാനല്ലല്ലോ, അതിൻ്റെ മുമ്പിൽ ക്ഷീണിക്കാനല്ലല്ലോ, നിനക്ക് വേണ്ടി ശക്തിയോട് ഓടേണ്ടതുണ്ടല്ലോ നാഥ. നിന്റെ കൃപ ഏറ്റെടുത്ത് നിന്റെ ശബ്ദം മനസ്സിലാക്കി ഓടുവാൻ എല്ലാവരും നീ ഇന്ന് രാവിലെ പ്രാപ്തരാക്കണമേ. ഞങ്ങളെല്ലാവരും നീ അതിനെ
അതിനായി ഒരുക്കുന്നതിനായി സ്തോത്രം. ഒരു പുതിയ ബലത്തോടെ, പുതിയ ശക്തിയോടെ ദൈവം അങ്ങ് നടത്താൻ പോകുന്നതിനായി സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന ജീവിതങ്ങളെ നീ വിടിവിക്കണമേ കർത്താവേ. ഇനി മതി, എൻ്റെ ജീവനെ എടുക്കണമേ, എനിക്ക് ജീവിക്കേണ്ട കർത്താവേ, എനിക്കിത് സഹിക്കാൻ വയ്യ എന്ന് പറയുന്ന കുടുംബങ്ങൾ, വ്യക്തികളെ ഇന്ന് രാവിലെ അവിടുത്തെ വചനത്തിന്റെ ശക്തി അയച്ച് നിന്റെ ജനം ഇന്ന് രാവിലെ വിടുതൽ പ്രാപിക്കട്ടെ. എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നിന്റെ ജനത്തെ വിടിവിക്കുന്നതിനായി സ്തോത്രം. ഒരു പുതിയ ബലം, പുതിയ ശക്തി ഇന്ന് രാവിലെ പകർന്നിരിക്കുകയായി സ്തോത്രം. ഏറിയ കൃപ നിന്റെ ജനത്തിന്റെ മേൽ പകരും. രോഗികളായിരിക്കുന്നവരെ വിടിവിക്കണമേ. ഞങ്ങളുടെ COVID-19 എന്ന രോഗത്താൽ വളരെ വേദനകൾ അനുഭവിക്കുന്ന വ്യക്തികൾ എല്ലാവരും നീ വിടിവിക്കണമേ. അവിടുത്തെ സമാധാനം അയക്കണമേ. നിനക്ക് മാത്രമേ ശാശ്വത സമാധാനം തരാൻ കഴിയുള്ളൂ. നിനക്ക് മാത്രമേ ശാശ്വത വിടുതൽ തരാൻ കഴിയുള്ളൂ. ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടേഴ്സ്, നേഴ്സുമാർ, പ്രിയപ്പെട്ടവർ, ഞങ്ങൾ ഗവൺമെന്റ് അധികാരികൾ എല്ലാവരെയും ഏൽപ്പിച്ചു പ്രാർത്ഥന. അവരെല്ലാം അനുഗ്രഹിക്കണം. ഞങ്ങളെല്ലാവരെയും താഴ്ച സമർപ്പിക്കുന്നു. കൃപയുടെ മറവിൽ മറയ്ക്കും. വരുന്ന ആഴ്ചകൾ ജയത്തോടെ നടത്തും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സഹവാസം, കൂട്ടായ്മയും കാവലും എല്ലാ ദൈവജനത്തോടും ലോകത്തിലെ സകല വിശുദ്ധന്മാരോടും വിശുദ്ധ മതികളോടും കർത്താവിന്റെ വരെ ഞങ്ങളോട് ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുവിനെ ചെയ്യുന്നതിനായി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ കൃപയിൽ നമുക്ക് ആയിരിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.